പത്തനംതിട്ട അടൂർ സ്വദേശി ജോയലിന്റെ മരണത്തിന് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന ആവശ്യവുമായി കുടുംബം. 2020 ജനുവരി 1-നായിരുന്നു ജോയൽ അടൂർ പോലീസിന്റെ ക്രൂരമർദ്ദനത്തിനിരയായത്. ചികിത്സയിലിരിക്കെ മെയ് 22-ന് മരിച്ചു. അച്ഛന്റെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു അടൂർ CI ആയിരുന്ന യു ബിജുവിന്റെ നേതൃത്വത്തിലുള്ള ക്രൂരമർദ്ദനം. വാഹനം തട്ടിയതിലെ തർക്കവുമായി ബന്ധപ്പെട്ടാണ് ജോയലിനെ അടൂർ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. CI ബിജുവും ഷിജു പി സാം, ജയകുമാർ, ശ്രീകുമാർ, സുജിത്ത്, സുരേഷ് എന്നീ പോലീസുകാരും കുടുംബത്തിന്റെ മുന്നിൽ വെച്ച് ജോയലിനെ മർദ്ദിക്കുകയായിരുന്നു. അച്ഛൻ ജോയ്ക്കുട്ടിക്കും പിതൃ സഹോദരി കുഞ്ഞമ്മയ്ക്കും മർദ്ദനമേറ്റു. ഇങ്ങോട്ട് വരിക CA ഇവന്റെ ഇവിടെ ഇങ്ങനെ കുത്തിപ്പിടിച്ച് അപ്പൊ ഇവൻ കൂങ്ങിയത്. അങ്ങനെ ഈ ഷിജു പി സാമുവേല് ഈ മോനെ പെടലിക്ക് പിടിച്ച് കുനിക്കുകയും വളഞ്ഞിട്ട് മോനെ ഇടിച്ചു. അവന്റെ നാവ് ഇടിച്ച് കലക്കിയെന്ന് പറഞ്ഞാൽ ഇടിച്ചാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇടിച്ചത് ഈ കടമ്പനാട്ടുകാരന് ഷിജു പി സാമുവേൽ എന്ന് പറഞ്ഞ പോലീസുകാരനാണ്. മർദ്ദനത്തിനിടെ പലതവണ ജോയലിന്റെ തല ഭിത്തിയിൽ ഇടിപ്പിച്ചു. മർദ്ദനത്തിന് ശേഷം ജോയൽ സ്ഥിരമായി രക്തം ഛർദ്ദിക്കുകയും മൂത്രത്തിൽ രക്തവും പഴുപ്പും കാണുകയും ചെയ്തു. ഒടുവിൽ അടൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മെയ് 22-ന് ഗുരുതരാവസ്ഥയിലാവുകയും മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരിക്കുകയും ചെയ്തു. തുടർന്ന് നിയമപോരാട്ടം ആരംഭിച്ച കുടുംബത്തിന് പോലീസ് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും മോശം അനുഭവങ്ങളുണ്ടായി. ജോയലിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നും സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. മീഡിയ 1 പത്തനംതിട്ട.